പ്രളയഭീതിയിൽ അരുണാചൽ പ്രദേശ്. അതിശക്തമായ പ്രളയത്തിൽ വലഞ്ഞ് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ രൂപതയ്ക്ക് കീഴിലുള്ള പാർസിപാർലോ ഇടവക ദുരന്തമുഖത്തുള്ള ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനായി ആഗോളസഭയുടെ പ്രാർത്ഥനയും ഐക്യദാർഢ്യവും അഭ്യർത്ഥിച്ച് ഇറ്റാനഗർ ബിഷപ്പ് മാർ ബെന്നി വർഗീസ് ഇടത്തട്ടെ. നമ്മളോട് ഇപ്പോൾ പിതാവ് ചേരുന്നുണ്ട്. ബിഷപ്പ് ഡോക്ടർ ബെന്നി വർഗീസ് ഇടത്തട്ടേൽ പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. പിതാവെ, എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിട്ട് ഇത് പോകുന്നുണ്ട്. എത്രത്തോളം തീവ്രമാണ് ഈ ഫ്ലഡ്? തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴ മൂലം അരുണാചൽ എന്ന സംസ്ഥാനത്ത് പല ഇടങ്ങളിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും അതുപോലെ തന്നെ പല നദികളും കരകവിഞ്ഞൊഴുകുകയും അതോടനുബന്ധിച്ച് ഒത്തിരി ആളുകൾക്ക് ദുരിതം അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ 2 മണിക്ക് പാർസിപാർലോ എന്ന നദി കരകവിഞ്ഞൊഴുകുകയും അതിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇടവകയായ പാർസിപാർലോ സെയിന്റ് തോമസ് ദേവാലയം പ്രളയത്തിൽ ഒഴുകിപ്പോവുകയുമാണ് ചെയ്തത്. അവിടെ മാത്രമല്ല, ഈ അരുണാചലിലുള്ള പല സ്ഥലങ്ങളിലും ഒത്തിരി വലിയ നദികൾ ഒഴുകുന്ന ഒരു സംസ്ഥാനമാണ് ഇത്. ഹിമാലയൻ ഗ്ലാസിയേഴ്സിൽ കൂടി ഒഴുകി, ടിബറ്റൻ മേഖലയിൽ കൂടി ഒഴുകി, ചൈനയിൽ കൂടി ഒഴുകി അരുണാചലിലോട്ടാണ് വരുന്നത്. വന്നു കഴിയുമ്പോൾ പല സ്ഥലങ്ങളിൽ ഈ നദികൾ വരുന്നുണ്ട്. അപ്പർ സിയാങ്ങിലാണെങ്കിൽ സിയാങ് ഉണ്ട്, കുറുങ്കുമയിലാണെങ്കിൽ കുറുങ് എന്ന് പറയുന്ന ഒരു നദിയാണ്, കുമൈ എന്ന് പറയുന്ന ഒരു നദിയാണ്. ഈ പാർസിപാർലോ എന്ന് പറയുന്ന നദി കുറുങ് കുമയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്. അപ്പോൾ ഈ നദി വന്നതിന് ശേഷം ഈ നദിയുടെ അരികിൽ ഉണ്ടായിരുന്ന ദേവാലയം ഇന്ന് രാവിലെ 2 മണിയോടുകൂടി വെള്ളം കയറുകയും ഏകദേശം ഒരു 5 മണിയായപ്പോൾ ആ ദേവാലയം മൊത്തം അങ്ങ് ഒഴുകിപ്പോയി. ആകമൊത്തം നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിച്ചത് ആ ദേവാലയത്തിൽ ഇരുന്ന് അരുളിക്കുകയും അതുപോലെ തന്നെ ദേവാലയത്തിൽ ഇരുന്ന സക്രാരിയിൽ ഇരുന്ന വിശുദ്ധ കുർബാനയും മാത്രമാണ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിനോട് തൊട്ടു ചേർന്നാണ് പുരോഹിതന്റെ വസതി, പ്രസ്ബിറ്ററി, മഠം, അതുപോലെ ഒരു സ്കൂളുമുണ്ട്. ഏകദേശം 6 അടിയോളം വെള്ളം കയറുകയും അതിന് തൊട്ടടുത്തുള്ള അതിന്റെ ഉള്ളില് ഒത്തിരി ചെളി കയറി അങ്ങ് അടിഞ്ഞുകൂടുകയാണ് ചെയ്തത്. അവിടുത്തെ നല്ല ആളുകളുടെ ശ്രമദാനം മൂലം ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു. ചെളികളെല്ലാം മാറ്റി പതുക്കെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. 1-2 ദിവസത്തെ സമയമെടുക്കും ഈ സ്കൂളും അതുപോലെ തന്നെ പുരോഹിതന്റെ വസതിയും മഠവും ഒന്ന് വൃത്തിയാക്കി എടുക്കുവാനായിട്ട്. പക്ഷെ പള്ളി പൂർണ്ണമായിട്ടും ഒഴുകിപ്പോയി എന്ന് തന്നെ പറയാം. പിതാവ്, ഇത് കഴിഞ്ഞ കാലഘട്ടം നമുക്കറിയാം. ഇതിന്റെ ഭൂമിശാസ്ത്രം പിതാവ് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഇത് നോർത്ത് ഈസ്റ്റ് ഭൂമിശാസ്ത്രം ഡിഫറന്റ് ആണ്. അപ്പോൾ ഇത് ഈ പ്രാവശ്യമാണോ ഏറ്റവും കൂടുതലായിട്ടെന്ന് വെച്ചാൽ മുൻപുണ്ടാകാത്ത വിധം അസാധാരണമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കവും കാലാവസ്ഥയുമാണോ ഇപ്രാവശ്യം ഉണ്ടായത്? തീർച്ചയായിട്ടും. ഈ വർഷം നമുക്ക് കഴിഞ്ഞ മാസം നമുക്ക് ഇവിടെ ഈ തൊട്ടടുത്തുള്ള യജാലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തില് അതിശക്തമായ മഴ അനുഭവപ്പെടുകയും അതോടനുബന്ധിച്ച് മേഘസ്ഫോടനം ഉണ്ടാകുകയും ചെയ്തു. അവിടെ യജാലി എന്ന് പറയുന്ന ഇടവകയുടെ കീഴിലുള്ള ഒരു സ്ഥലമാണ് പൂസ എന്ന് പറയുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഏകദേശം 100ഓളം വീടുകൾ ഈ പ്രളയത്തിൽ ഒലിച്ചുപോയി. 14 വീടുകൾ പൂർണ്ണമായിട്ടും ഒലിച്ചുപോയി. 5 ആളുകൾ മരണപ്പെടുകയും ചെയ്തു പൂസ എന്ന് പറയുന്ന ഗ്രാമത്തില്. കഴിഞ്ഞ മാസം സിയാങ്, അപ്പർ സിയാങ് എന്ന് പറയുന്ന സ്ഥലത്ത് അതിശക്തമായ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ പ്രളയവും മൂലം അവിടെയുള്ള 2 ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും ഇറ്റാനഗർ രൂപത അരുണാചൽ പ്രദേശുമായിട്ട് കട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ടൂട്ടിങ്, മെഗിങ് എന്ന് പറയുന്ന മേഖലകൾ. അതുപോലെ തന്നെയാണ്
ഡയസിസ് ഓഫ് മിയാവോ. ഇറ്റാനഗറിൽ 2 രൂപതകളുണ്ട്. ഒന്ന് ഇറ്റാനഗർ ഡയസിസ് രൂപതയും ഒന്ന് മിയാവോ രൂപതയും. മിയാവോ രൂപതയുടെ പല ഭാഗങ്ങളിലായിട്ട് ദെബാങ് വാലി എന്ന് പറയുന്ന അവിടെ നിന്ന് വരുന്ന ഉത്ഭവിക്കുന്ന നദികളിൽ വെള്ളം പൊങ്ങുകയും അതുപോലെ അവിടെയും ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അപ്പോൾ അരുണാചലിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ഈ വർഷം അതികഠിനമായ ജലപ്രളയം ഉണ്ടാകുകയും മഴയും ഉണ്ടാകുന്നു. ഈ ദിവസങ്ങളിൽ ഒത്തിരി മഴ ലഭിക്കുകയാണ് ആ സ്ഥലങ്ങളിൽ ചെയ്യുന്നത്. അപ്പോൾ ദുരിതം ഒത്തിരിയേറെ ആളുകൾ അനുഭവപ്പെടുന്നു. പിതാവ്, എത്രത്തോളം തീവ്രമാണ് ജനങ്ങളുടെ അവസ്ഥ? പിതാവ് തന്നെ പറഞ്ഞപ്പോൾ കുറെ വീടുകൾ അടക്കം ഒഴുകി പോകുന്ന സാഹചര്യം, ജനങ്ങള് വീടില്ലാതാകുന്ന അവസ്ഥ എത്രത്തോളം തീവ്രമാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കാലാവസ്ഥയും എല്ലാം വെച്ച് നോക്കുമ്പോൾ, മഴക്കാലവും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് എത്രത്തോളം തീവ്രമാണ് ഇപ്രാവശ്യത്തെ? ഈ വർഷം കുറച്ചുകൂടി അധികം മഴ, ധാരാളം മഴ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ മഴക്കാലം ഇനിയും 1-2 മാസം കൂടി തുടർന്ന് തന്നെ പോകും. ഇപ്പോൾ ഇന്നത്തെ മഴ കെടുതിയിൽ ഏകദേശം 6 ഡിസ്ട്രിക്റ്റ് തന്നെ മൊത്തം കട്ട് ഓഫ് ആയി പോയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈസ്റ്റ് സിയാങ്, ദെൻ പക്കേ കിസാങ്, കുറുങ്കുമേ, പിന്നെ കരാദാദി, ഇങ്ങനെ പല ഡിസ്ട്രിക്ട്സ് ഈ മഴയില് ഒത്തിരി റോഡുകളൊക്കെ ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള ആളുകൾക്ക്, ഈ നദിയുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾ ഒത്തിരിയേറെ കഷ്ടതകളിൽ കൂടി കടന്നാണ് പോകുന്നത്. ഇന്നലെ രാത്രി 2 മണിയോടുകൂടി ആ വികാരിച്ചെന്നെ വിളിക്കുകയുണ്ടായി. വികാരിച്ചൻ പറഞ്ഞു, പിതാവേ, ഞങ്ങളുടെ വീട്ടിലും പള്ളിയിലും വെള്ളം കയറി തുടങ്ങി. ഞാൻ ഉടനെ തന്നെ അച്ഛന്മാരോട് പറഞ്ഞു, ഉടനെ തന്നെ ഉയർന്ന സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞു. അവർ അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന 2 വൈദികരും അവിടെ ഉണ്ടായിരുന്ന 4 സിസ്റ്റേഴ്സും ടീച്ചേഴ്സും ഉടനെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറി. അതുകൊണ്ട് മാത്രമാണ് അവര് രക്ഷപ്പെടാൻ സാധിച്ചത്. അല്ലെങ്കിൽ രാത്രി കാലത്ത് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന മഴയിലെ വെള്ളത്തിന്റെ ആഘാതം മൂലം സാധാരണ ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ മാസം സംഭവിച്ചതായിരുന്നു. കിപിനിയോർ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റില്, യജാളി ഞാൻ പറഞ്ഞ സ്ഥലത്ത് രാത്രി മഴ തുടങ്ങി. പെട്ടെന്ന് കുത്തനെ വരുന്ന മഴ മൂലം, വെള്ളം മൂലം ആ ഗ്രാമത്തിലുള്ള 14 വീടുകൾ ഒഴുകി പോവുകയും 5 പേർ മരിക്കുകയും ചെയ്തു. ഇന്നലെ നടന്ന സംഭവത്തില് നമുക്ക് അധികമായിട്ടൊന്നും നമ്മളുടെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു. മനുഷ്യർക്ക് ഒരു പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടില്ല, അച്ഛന്മാർക്കോ സിസ്റ്റേഴ്സോ. പള്ളി പൂർണ്ണമായിട്ടും ഒഴുകിപ്പോയി. അതുപോലെ തന്നെ സ്കൂളും കോൺവെന്റും അവിടെ ഉള്ള ടീച്ചേഴ്സ് ക്വാർട്ടേഴ്സും പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്.